ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിൻഡോസ് 8 എങ്ങനെ വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ വിൻഡോസ് 8 OS സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിവിടെ കാണാം, ഇത് വിൻഡോസ് 8 OS ആണ്. അപ്പം ഇത് നമ്മൾ എങ്ങനെ വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ഡേറ്റയ്ക്കൊന്നും യാതൊരു ചേഞ്ചും കൂടാതെ നമ്മൾ ഡേറ്റ ലൂസ് ആകാതെ തന്നെ നമുക്ക് വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ക്രിട്ടിക്കൽ ഡേറ്റ ഉള്ളവർക്കൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാതെ തന്നെ വിൻഡോസ് 10 എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് തുടങ്ങാം. സോ നമ്മൾ വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി വിൻഡോസ് 10 മീഡിയ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഗൂഗിളിൽ വിൻഡോസ് 10 iOS സെർച്ച് ചെയ്യുക, ISO സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പേജ് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് മൈക്രോസോഫ്റ്റിൻ്റെ പേജ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ടൂൾ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് 10 സെറ്റപ്പ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോസ് 8 ആക്റ്റീവ് ആണെങ്കിൽ, അത് പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് വിൻഡോസ് 10 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വിൻഡോസ് 10 ആക്റ്റീവ് ആയിരിക്കും. ഇൻ കേസ് നമ്മൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോസ് 8 ആക്ടിവേറ്റ് അല്ല എങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അത് പ്രൊഡക്റ്റ് കീ ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ പ്രൊഡക്റ്റ് കീ വാങ്ങണം. ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുള്ള വിൻഡോസ് 8 ഉള്ളവർ 10 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആകുന്നതാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് കീ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം വിൻഡോസ് 10 സെറ്റപ്പ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുറച്ച് സമയം എടുക്കും റണ്ണാകാൻ. കൂടാതെ വിൻഡോസ് 10 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ റാം സൈസ് ഇപ്പം വിൻഡോസ് 8 നമ്മൾ 2 GB റാമൊക്കെ യൂസ് ചെയ്യുന്നവർ വിൻഡോസ് 10 കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 4 GB റാം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ സിസ്റ്റം ഭയങ്കര ലാഗാവും. സോ ഇപ്പം നമുക്കൊരു എഗ്രിമെൻ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. വീണ്ടും സെറ്റപ്പ് റണ്ണാകാണ്. കൂടാതെ നമ്മളൊരു മിനിമം ഡിസ്ക് സ്പേസ് ഫ്രീ വെക്കണം. സംടൈം നമുക്ക് സി ഡ്രൈവിൽ സ്പേസ് ഇല്ലായിരിക്കും. അപ്പം പുതിയ വിൻഡോസ് 10 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ ഫയൽസ് ഡൗൺലോഡ് ആകുന്നതായിരിക്കും സി ഡ്രൈവിൽ. അപ്പം നമ്മൾ ആ സി ഡ്രൈവിൽ ഒരു മിനിമം ഫ്രീ സ്പേസും മെയിൻറ്റെയിൻ ചെയ്യുന്നതും നല്ലതായിരിക്കും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ. കൂടാതെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും ആവശ്യമാണ് ഈ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ. ഇപ്പോൾ നമുക്കൊരു മിനിമം സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ആവശ്യമുണ്ട്. അപ്പോൾ 3 കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റാം നമ്മളൊരു 4 GB വരെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. വിൻഡോസ് 10 നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ മിനിമം 4 GB ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഡിസ്ക് സ്പേസ് ആണ്. സി ഡ്രൈവിൽ നമുക്കൊരു മിനിമം ഫ്രീ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ അൺവാണ്ടഡ് ഫയൽസ് എല്ലാം സി ഡ്രൈവിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് 2 ഡ്രൈവ് CD ഡ്രൈവ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ സം ഫയൽസ് നമുക്ക് ഡി ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളോട് എന്താ ചോദിക്കുന്നത് വെച്ചാൽ അപ്ഗ്രേഡ് ദിസ് PC ഓർ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ. അപ്പം ഈ വിൻഡോസ് 10 സെറ്റപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ISO ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. CD-ലോട്ടോ അല്ലെ പെൻ ഡ്രൈവിലോട്ടോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ സെറ്റപ്പ് യൂസ് ചെയ്യാം. കൂടാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ ഈ സെറ്റപ്പ് യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ഗ്രേഡ് ദിസ് PC ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു.
നെക്സ്റ്റ് കൊടുത്ത് ലോഡ് ആവുകയാണ്. ഇപ്പം അതിനാവശ്യമായിട്ടുള്ള ഫയൽസ് എല്ലാം ഡൗൺലോഡ് ആകുവാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് റണ്ണാകാൻ ആവശ്യമായിട്ടുള്ള ഫയൽസ് ഡൗൺലോഡ് ആകുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. ആ ഫയൽസ് എല്ലാം ഡൗൺലോഡായി പ്രോസസ്സ് ആകാൻ ഒരു സമയം എടുക്കും. ഇപ്പോൾ നമുക്ക് അതുവരെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. വൺസ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഗെറ്റിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബ് കാണാം. അപ്പം ഇതിൽ ഫുൾ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ബേസ് ചെയ്ത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡി ടു ഇൻസ്റ്റാൾ എന്ന ടാബ് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. സോ ഇവിടെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം പേഴ്സണൽ ഫയൽ ആൻഡ് ആപ്പ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഗെറ്റിംഗ് അപ്ഡേറ്റ് ഓപ്ഷൻ നമുക്ക് കാണാം. സോ അത് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ സ്റ്റിൽ അപ്ഡേറ്റിംഗ്. സോ അത് അപ്ഡേറ്റ് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റെഡി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാവുന്നതാണ്. സോ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഓൺ പ്രോസസ്സാണ്. So here will be restart several time. ഇപ്പോൾ ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുൾ 100% കംപ്ലീറ്റ് ആയതിനു ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ആകുന്നതാണ്. അപ്പം നമുക്കിത് റീസ്റ്റാർട്ട് ആകുന്ന വരെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനോ പവർ ഓഫ് ചെയ്യാനോ പാടില്ല. നമ്മൾ സിസ്റ്റം ബെറ്റർ ചാർജർ കണക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ OS കറപ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ആയി റീസ്റ്റാർട്ട് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. സിസ്റ്റം റീസ്റ്റാർട്ടായി ബൂട്ടാകുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം ദിസ് മേ ടേക്ക് സെവറൽ മിനിറ്റ്സ്. ഇപ്പം ഈ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ വിൻഡോസ് 10 ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ, അതായത് എക്സിസ്റ്റിംഗ് പ്രൊഫൈലിൽ വിൻഡോസ് 10 ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ആ എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ ലോഡ് ആകുകയാണ്. അപ്പം അതിനാവശ്യമായ സെറ്റിങ്സും ആവശ്യമായ സെറ്റിങ്സ് ചേഞ്ചസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് സമയം എടുക്കും ലോഡാകാൻ. നമ്മൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ സ്ക്രീൻ ലോഡാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് പ്രൈവസി സെറ്റിങ്സ് ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ വിൻഡോസ് 8 വിൻഡോസ് 10 ആയിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ടോട്ടൽ യൂസിങ് അവർ ഡേറ്റ. സോ ഇങ്ങനെയാണ് വിൻഡോസ് 8നെ വിൻഡോസ് 10 ആയിട്ട് മൈഗ്രേറ്റ്.
അപ്പോൾ വിൻഡോസ് 8 to 10 അപ്ഗ്രേഡേഷൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.